അങ്ങനെ യേശുവിനെ പ്രസംഗത്തിന്റെ ചാതുര്യം പറഞ്ഞോ അല്ലെങ്കിൽ നല്ല ഗുരുവാണെന്ന് പറഞ്ഞോ ഒന്നും വീഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പ്രശംസയിൽ വീണു പോകുന്ന ഒരാളല്ലായിരുന്നു യേശു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും പ്രസംഗത്തെയും പ്രസംഗകരെയും ഒക്കെ പ്രശംസിക്കുന്നതെന്നറിയാമോ? മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് അനുസരിക്കാൻ മനസ്സിലാത്തതുകൊണ്ടാണ്. അപ്പോൾ പ്രശംസിച്ചങ്ങ് വിട്ടേക്കാമെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ. നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രശംസ എന്താണ്? പ്രസംഗം അനുസരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശംസ. അല്ലാതെ പ്രസംഗകനെ വന്ന് നല്ല പ്രസംഗമായിരുന്നെന്ന് പ്രസംഗകനോട് വന്ന് നല്ല പ്രസംഗമാണെന്ന് പറയുന്നതല്ല ശരിയായിട്ടുള്ള പ്രശംസ. ഇഫ് യു അപ്രീഷിയേറ്റ് എ പ്രീച്ചർ ഓർ എ പ്രീച്ചിങ്, ഒരു കാര്യം ചെയ്യണം. എന്താണ്? പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അനുസരണമാണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യം. അനുസരിക്കാൻ മനസ്സില്ലാത്ത വ്യക്തികളോട് യേശു കർത്താവ് അവനെ പ്രശംസിച്ചപ്പോൾ ഒരിക്കലും അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായിരുന്നു നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാം? രാത്രിയിൽ വന്ന് അവന്റെ അടുക്കൽ വന്ന്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ഈ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്തോരം വലിയ പ്രശംസയാണ് അല്ലേ? നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നതാണെന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്ന ആളല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. ഇത് ഇന്ന് നമ്മളോടൊക്കെ പറയുകയാണെങ്കിൽ പറയും, ഓ ബ്രദറിനത് മനസ്സിലായല്ലേ, ഓ എൻ്റെ ബ്രദറെ ഈ പറഞ്ഞ കാര്യം പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല, ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വന്ന ആളാണെന്നൊന്നും ഇത് പറയുന്ന പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല, ബ്രദറിനെങ്കിലും മനസ്സിലായില്ല, വളരെ സന്തോഷം, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നു. പക്ഷേ യേശു നിക്കോദിമോസിന്റെ അടുത്ത് പറഞ്ഞാലെന്നറിയാമോ? യേശുവിനെ പ്രശംസിച്ച് പറഞ്ഞു, നിക്കോദിമോസേ പരിപാടിയൊക്കെ നിർത്ത്, ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ഇങ്ങനെ പ്രശംസിച്ചിട്ടൊന്നും കാര്യമില്ല, നീ സ്വർഗത്തിൽ പോകത്തില്ല. അങ്ങനെ പറയുന്നത് ഡയറക്റ്റായിട്ട് പറഞ്ഞേക്കുകയാണ്. ഈ വലിയ പ്രശംസ പറഞ്ഞപ്പോൾ കർത്താവ് യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ അവർക്കും കഴിയില്ല. അപ്പോൾ പ്രശംസിച്ച് വരുന്ന ആളോട് കർത്താവ് സോഫ്റ്റ് ആയിട്ട് പോലും അല്ല പറയുന്നത്, വളരെ ഹാർഡായിട്ട് പറയാണ്, നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. എന്താണ്? നീ സ്വർഗത്തിൽ പോകത്തില്ല. കാര്യം വീണ്ടും പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. നീ എന്നെ പ്രശംസിച്ചത് കൊണ്ടോ, ഞാൻ ദൈവത്തിന്റെ അടുത്തുനിന്ന് വന്നെന്നോ, ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും യാതൊരു കാര്യമില്ല. അൺലെസ് യു ആർ ബോൺ എ ന്യൂ, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ, അൺലെസ് യു ആർ ബോൺ ഫ്രം എബവ്, ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് കഴിയത്തില്ല. സ്ട്രോങ് ആയിട്ട് പറയാണ്. അപ്പൊ അതുകൊണ്ട് പ്രശംസയോടുകൂടെ വരുന്ന ആളുകളുടെ പ്രശംസ കേട്ട് കഴിഞ്ഞിട്ട് സന്ദേശത്തിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മുടേത്. അതൊരു വലിയ പാളിച്ചയാണ്. അത് സംഭവിക്കാനായിട്ട് പാടില്ല. പ്രശംസ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല, ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ ഫ്ലാറ്ററി ഉണ്ടാകരുത്. മുഖസ്തുതി വേറെ, അപ്രീസിയേഷൻ വേറെ. പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും എന്തിനു വേണ്ടി ആയിരിക്കണം? അനുസരിക്കാനുള്ള മനസ്സോടെ ആയിരിക്കണം. അനുസരിക്കാൻ മനസ്സില്ലാത്തവൻ പ്രശംസിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഈ ധനികനായ യുവാവ് മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യേശുവിന്റെ അടുക്കൽ അവൻ വന്ന് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് വളരെ താഴ്മയോട് ചോദിച്ചപ്പോൾ കർത്താവ് ചോദിച്ചു, നീ എന്നെ എന്താ വിളിച്ചത്? നല്ല ഗുരു. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, അതിനെ യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ലല്ലോ. പല സമയത്തും ഈ വാക്യം വെച്ചിട്ട് ആളുകൾ യേശു താൻ നല്ലവനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാം. യേശു ദൈവമല്ലെന്ന് പറഞ്ഞെന്ന് പറയാനുള്ള ഒരു വാക്യമായിട്ട് പല സമയത്തും ഈ വാക്യത്തെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ എന്നാ നല്ലവൻ എന്ന് വിളിക്കാൻ കാര്യം? ദൈവമല്ലാതെ വേറെ ആരും നല്ലവനില്ല. അപ്പൊ ഞാൻ ആരല്ല എന്നാ യേശു പറഞ്ഞത്? ഞാൻ നല്ലവനല്ല എന്ന് തന്നെയല്ല, ഞാൻ ദൈവമല്ലെന്ന് പറഞ്ഞല്ലോ. ദൈവമല്ലാതെ വേറെ ആരും നല്ലവൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ശരിക്കും ഈ വാക്യത്തിന്റെ അർത്ഥം അതല്ല. ഈ വാക്യത്തിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? നിനക്കറിയാമല്ലോ നല്ലവൻ ആര് മാത്രമേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് യേശു പറയുന്നത്, ഐ ആം ഗുഡ് ആൻഡ് ഐ ആം ഗോഡ്. ഞാൻ നല്ലവനാണ്, ഞാൻ ദൈവവുമാണ്. പക്ഷേ നീ ഇത് അറിഞ്ഞിട്ടാണോ പറയുന്നത്, അതോ നിന്റെ ഒരു ചുമ്മാ എന്നെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ?
നമ്മൾ പല സമയത്തും ഉപയോഗിക്കുന്ന വാക്കുകൾ ശരിയായിട്ട് മീൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനമായ ചോദ്യം. അല്ലാതെ പറയുന്ന കർത്താവിന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള കാര്യം പ്രിട്ടൻഷനാണ്. എന്നാണ് മനസ്സിലില്ലാത്ത കാര്യം പറയുന്നതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടമില്ലാത്തതായ കാര്യം. മനസ്സോടുകൂടെ പറയുന്ന, ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൽ കർത്താവിനെ ക്രൂശീകരിക്കുന്നതിന് മുമ്പായിട്ട് പീലാത്തോസിന്റെ അടുത്ത് യേശുവിനെ കൊണ്ട് നിർത്തുന്നതായ സന്ദർഭത്തിൽ പീലാത്തോസ്, അതിന് 33-ാമത്തെ വാക്യത്തിൽ, പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിനുത്തരമായി യേശു, നീ ഇത് സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. നോക്ക്, കർത്താവ് പീലാത്തോസ് പറയാണ്, നീ എന്താ പറഞ്ഞത്? എന്നെക്കുറിച്ച് നീ എന്താ പറയുന്നത്? നീ യഹൂദന്മാരുടെ രാജാവെന്ന് നീ ചോദിച്ചത് നിനക്ക് സംശയം ഉണ്ടായിട്ട് ചോദിക്കുകയാണോ, അതോ മറ്റുള്ളവരെല്ലാം കൂടെ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത് കേട്ടിട്ട് അവരുടെ സംശയം തീർക്കാൻ ചോദിക്കുകയാണോ? പലപ്പോഴും ആളുകളുടെ പ്രത്യേകത എന്നറിയാമോ? പലപ്പോഴും ആളുകൾ സംശയം ചോദിക്കുന്നത് അവരുടെ ഹൃദയത്തിലെ സംശയമല്ല, പിന്നെ നാട്ടുകാരുടെ സംശയം തീർക്കാനാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നല്ലാത്ത ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് യേശു കർത്താവ് തയ്യാറാവുന്നില്ല. ഇവിടെ യേശു ഈ യുവാവിനോട് പറയുന്നത്, നീ എന്നെ നല്ല ഗുരു എന്ന് വിളിക്കുകയാണെങ്കിൽ അത് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള നിന്റെ തിരിച്ചറിവിൽ നിന്നായിരിക്കണം. അല്ലാതെ വെറുതെ എന്നെ കയറി നല്ല ഗുരു, നീ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ യുവാവിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും യേശുവിനെ വിളിക്കുന്ന വാക്കുകളും ഉപയോഗിക്കുന്ന വാക്കുകളും, പ്രത്യേകിച്ച് പാടുമ്പോൾ പറയുന്ന വാക്കുകളും ഒക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുമല്ല. ഇതൊരു വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. ഈ കോമൺ പാസേജസ് വായിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകും. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതായ കുറേ വാക്കുകളുണ്ട്, അതിങ്ങനെ പറഞ്ഞു പോകും. പാട്ടുകളുടെ കാര്യം പറയുകയും വേണ്ട. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഒരു വീട്ടിൽ ഒരു പ്രയറിൻ്റെ സമയത്ത് പെട്ടെന്ന് അവരൊരു പാട്ട് പാടി കൈയടിച്ച്, ചെറിയൊരു പ്രാർത്ഥനയാണ്, ഭയങ്കര ആരാധനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഇപ്പം നമ്മൾ പാടിയ പാട്ടിനകത്തെ അർത്ഥം എന്താ? ഏത് പാട്ടാ പാടിയെന്ന് അവർ മറന്നുപോയി. പാട്ട് പാടി നിർത്തിയതേ ഉള്ളൂ, നിർത്തിയില്ല. ശരിക്കും പാട്ട് പാടി ആത്മാവിൽ ആരാധിച്ച്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ ആത്മാവിൽ ആരാധിച്ച് നിർത്തിയ സമയത്ത് ഞാൻ പെട്ടെന്ന് അടുത്തതായിട്ട് ഞാൻ പ്രസംഗിക്കാനാണ് തുടങ്ങുന്നതെന്ന് അവർ ചിന്തിച്ചത്. പക്ഷെ ഞാൻ ഒറ്റയടിക്ക് ചോദിച്ചു, ഇപ്പം നമ്മൾ പാടിയ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? ഏത് പാട്ടാ പാടിയെന്നപ്പോൾ അവർ ആലോചിക്കുക. പിന്നെ പുസ്തകം മറിച്ച് നോക്കുക, ഏത് പാട്ടാ പാടിയെന്ന്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാട്ടുകൾ. എന്താണ്? ഇതൊക്കെ നാക്കയിലൂടെ വരുന്നതല്ലാതെ ഇതൊന്നും ഹൃദയത്തിൽ നിന്ന് വരുന്നൊന്നുമല്ല. A.W. ടോസർ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്ത്യാനികൾ കള്ളം പറയുകയല്ല, അവരതിനേക്കാൾ കൂടുതൽ കള്ളം പാടുന്നുണ്ടെന്ന്. കാര്യം, സഭായോഗത്തിന് വന്ന് പാടുന്ന പാട്ട് മുഴുവൻ വെറുതെ കള്ളമല്ലേ പറയുന്നത്, അല്ലാതെ എന്തോ സത്യം വല്ലതുമാണ് പറയുന്നത്. നമ്മൾ വന്ന് പാടുന്ന മിക്ക പാട്ടുകളും നമ്മളുടെ ഹൃദയത്തിൽ തട്ടിയൊന്നും പറയുന്നൊന്നുമല്ല. ഇന്നിപ്പോൾ എഴുത്തുകാർക്കും ആ ബോധ്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. പണ്ട് കാലത്ത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ചൂടേറിയ അനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കർത്താവിനോടുള്ള അവരുടെ സ്നേഹത്തിൽ നിന്ന്, ക്രൂശിനെ കണ്ടുകൊണ്ട് ആ ദർശനത്തിൽ, നിത്യതയുടെ ദർശനത്തിലൊക്കെ എഴുതിയ പാട്ടുകൾ നമ്മൾ ചുമ്മാ വെറുതെ വന്നിരുന്ന് പാടുകയാണ്. അത് ഭയങ്കര ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ദൈവത്തിന് യാതൊരു രീതിയിൽ സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് അധര സ്തുതി എന്ന് പറയുന്നത്. അധരസ്തുതി. നമ്മുടെ ഒരു ചിന്തയുണ്ട്, ഒരു സ്വോത്രം അർപ്പിച്ചാൽ അത് കാളയെ അർപ്പിക്കുന്നതിന് തുല്യം, അതുകൊണ്ട് സ്വോത്രം 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 എന്ന് പറ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണെന്ന് ചിന്തിച്ചാൽ മതി. കാരണം സ്തോത്രം എന്നൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹൃദയത്തിന്റെ ഉള്ളിലെ നന്ദിയിൽ നിന്ന് ഉയർന്നു വരുന്ന വാക്കായിരിക്കണം. അല്ലാതൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന അസാമാന്യമായ ഒരു നിന്ദയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയരാത്ത ഒരു വാക്കും പ്രയോഗിക്കാനായിട്ട് ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് ഈ യുവാവിനോട് പറയാണ്, നീ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. നല്ല ഗുരു. യെസ്, ഞാൻ നല്ല ഗുരുവാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ ദൈവമാണ്. പക്ഷേ അത് നീ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞിട്ടാണോ പറഞ്ഞത്, അതോ ചുമ്മാ ഒരു ഓളത്തിന് പറഞ്ഞതാണോ? അങ്ങനെ ഓളത്തിനാരും കർത്താവിനെ സുഖിപ്പിക്കാനായിട്ടൊന്നും സ്തുതിക്കുമൊന്നും വേണ്ട. നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിൽ കർത്താവിന് ഒന്നും സംഭവിക്കാനില്ല. ചില പാസ്റ്റർമാരൊക്കെ വന്ന് പറയുമായിരിക്കും, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവർ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണോ, ഇല്ലെങ്കിൽ അവൻ താഴെ വീഴുമെന്ന്. അങ്ങനെ താഴെ വീഴുമെന്ന് പേടിച്ചൊന്നും ആരും സ്തുതിക്കണ്ട. അതൊന്നും ദൈവത്തിന് പ്രശ്നമൊന്നുമല്ല. നിങ്ങളുടെ സ്തുതി ഇല്ലെങ്കിലും ദൈവത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ സ്തുതിച്ചത് കൊണ്ട് ദൈവത്തിന്റെ മഹത്വം കൂടുവോ, നിങ്ങൾ സ്തുതിച്ചില്ലെന്ന് വെച്ച് ദൈവത്തിന്റെ മഹത്വം കുറയോ ഇല്ല. കാരണം അവൻ ഗതിഭേദത്താലുള്ള ആച്ഛാദനങ്ങളില്ലാത്തവനാണ്. ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെയാണ്. അല്ലാതെ നിങ്ങളുടെ സ്തുതിയുമായി ബന്ധപ്പെട്ടല്ല അവന്റെ അസ്തിത്വം ഇരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്തുതിയുടെ കാര്യം മാത്രമല്ല, കർത്താവ് എന്നൊരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പറയുമല്ലോ, കർത്താവേ. എത്ര പ്രാവശ്യം വിളിക്കും കർത്താവെന്ന്? വല്ലതും അറിഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. ഹൂ ഈസ് ലോർഡ്? കർത്തൃത്വം നടത്തുന്ന വ്യക്തിയാണ് ആര്?
കർത്താവ്. യേശുവിനെ രാജാവാക്കുവാൻ അനുവദിക്കാതെ ഒരാളും യേശുവിനെ കർത്താവെ എന്ന് വിളിക്കാൻ പാടില്ല. കാരണം അങ്ങനെ വിളിച്ചവൻ നേരെ നരകത്തിലോട്ട് പോകുന്നതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുന്നത്. ആ നാളുകളിൽ പലരും വന്ന് എന്നോട് കർത്താവേ കർത്താവേ, വെറുതെ കർത്താവേ എന്നല്ല, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. നോക്ക്, ആ ഭാഗങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. അവിടെയൊക്കെ പറയുന്ന വാക്കുകൾ അവര് എന്താണ്? അധരസ്തുതിയാണ്. ഹൃദയം അകന്നിരിക്കുമ്പോഴും അധരം കൊണ്ട് സ്തുതിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് കർത്താവ് ഈ വ്യക്തി, ഈ യുവാവിനോട് പറയാണ്, ഐ ആം ഗുഡ്, ഐ ആം ഗാഡ്. ഞാൻ നല്ലവനാണ്, ഞാൻ ദൈവമാണ്. പക്ഷേ എന്നോട് നീ നല്ലവനായ ദൈവമേ എന്ന് വിളിക്കണമെങ്കിൽ എൻ്റെ നന്മയും എൻ്റെ ദൈവികത്വവും മനസ്സിലാക്കിയിട്ട് മാത്രമേ നീ എന്നെ വിളിക്കാവൂ. വെറുതെ നാക്കിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ വെറുതെ വിളിച്ചു പറയുന്നത് നിർത്തണം. അത് നിർത്തിയിട്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് മാത്രം സംസാരിക്കാൻ പഠിക്കണം. നമ്മൾ നാട്ടുകാരോട് മുഴുവൻ കള്ളത്തരം പറഞ്ഞു, ഇപ്പോൾ ദൈവത്തോടും കള്ളത്തരം പറയാൻ പഠിച്ചിരിക്കുകയാണ്. ആരെ കണ്ടാലും നമ്മൾ എന്താണ്, വേറൊരു മുഖം മൂടി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ എന്താണ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൽ ഇനി നമ്മളുടെ ചിന്തകൾ റീഡ് ചെയ്യാനായിട്ട് നെറ്റിക്കൊരു ഒരു ഡിസ്പ്ലേ മെഷീനോട് വല്ലതും കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കാറുണ്ട്. നമ്മൾ പറയുന്നതും നമ്മളുടെ ഹൃദയത്തിൻ്റെ ചിന്തയും തമ്മിലുള്ള ആ ഡിസ്പ്ലേ മെഷീനോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നതിന്. നിങ്ങൾ പറഞ്ഞാലും ടെക്നോളജി ലോകത്ത് കണ്ടുപിടിച്ചില്ലെങ്കിലും നിങ്ങളുടെ ചിന്തകളെ മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ മെഷീൻ സ്വർഗത്തിൽ കർത്താവ് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് മാത്രം സംസാരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഇവൻ വന്ന് ചോദിക്കുന്ന ചോദ്യം, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അവനോട് പറയുന്നു, അതിനെ യേശു എന്നെ നല്ലവനെന്ന് പറയുന്നുണ്ട്. ദൈവം ഒരുവനല്ലാതെ വേറെ നല്ലവൻ ആരുമില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് അതിൻ്റെ അവിടെ കർത്താവ് അവനോട് പറയുന്ന ഇതേപോലെ തന്നെ അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. കൽപ്പനകൾ എന്താണെന്നാണ് പിന്നീട് വിശദമാക്കുന്നത്. അത് തന്നെയാണ് മർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ നിത്യജീവനിൽ കടക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. ഇതൊരു പക്ഷേ നമുക്ക് ഒരു പുതിയ നിയമത്തിന്റെ ഒരു ചിന്തയുമായിട്ട് പെട്ടെന്ന് യോജിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത് കൽപ്പനകളെ അനുസരിക്കുന്നത്, നമ്മുടെ മനസ്സിൽ എന്തോ ഉണ്ട്, കൽപ്പന എന്ന് പറയുന്ന ഒരു ആവശ്യമില്ലാത്ത കാര്യമാണെന്നോ അല്ലെങ്കിൽ അത് അത് പ്രയോജനമില്ലാത്ത കാര്യമാണെന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരു വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ നിത്യജീവനെ പ്രാപിക്കാനുള്ള മാർഗം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ്. ദൈവം എന്തിനാണ് കൽപ്പനകളെ കൊടുത്തത്? ദൈവം കൽപ്പനകളെ കൊടുത്തത് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ നിലവാരം എന്താണ്, നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതാണ്. ദൈവത്തിന്റെ നിലവാരത്തിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ പൗലോസ് പറയുന്നൊരു വാചകമുണ്ട്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി. എവ്രി വൺ ഹാസ് ഫോളൻ ഷോർട്ട് ഓഫ് ഹിസ് ഗ്ലോറി. ദൈവത്തിന്റെ തേജസ്സിന് താഴെയായി പോയി എല്ലാ മനുഷ്യരും എന്നാണ് ശരിക്കും പറഞ്ഞ ആ വാക്യത്തിന്റെ അർത്ഥം. അപ്പോൾ പാപം ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പാപം? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് അവന്റെ തേജസ് അല്ലെങ്കിൽ അവന്റെ മഹത്വം നമുക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. അതാണ് കർത്താവിന്റെ കൽപ്പനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ താഴെ നിൽക്കുന്നതെല്ലാം പാപമാണ്. ദൈവത്തിന്റെ കൽപ്പനകൾക്ക് താഴെ നിൽക്കുന്നതെല്ലാം എന്താണ്? ഇറ്റ് ഇസ് സിൻ. അപ്പോൾ നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ ചെല്ലണം. കാര്യം ദൈവം അവനെ അറിയുന്നതാണ് നിത്യജീവൻ. അതല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ആർ ഇൻ പാർ വിത്ത് ദൈവവുമായിട്ടുള്ള അവന്റെ സ്റ്റാൻഡേർഡിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ദൈവത്തോട് കൈ കൊടുക്കാൻ കഴിയുന്ന ദൈവത്തോട് ആക്സസ് ഉണ്ടാവുകയാണ്. ആ ദൈവത്തോട് ആക്സസ് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ കയറി നിന്നെങ്കിലേ പറ്റുള്ളൂ, ഇല്ലേ? നമുക്ക് ഒത്തിരി ഹൈറ്റുള്ള ആളുകളൊക്കെ, എനിക്ക് ടാൻസാനിയയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, ക്യാപ്റ്റൻ സിയാം എന്ന് പറഞ്ഞൊരു പഴയ ഒരു ക്യാപ്റ്റനാണ്. 6 അടി 9 ഇഞ്ച് ഹൈറ്റ്, ഇങ്ങനെ നോക്കണം. പക്ഷെ എന്നാലും എനിക്ക് എത്തിക്കുത്തിയാണെങ്കിലും കൈ കൊടുക്കാൻ പറ്റും, ഇല്ലേ? പക്ഷെ ദൈവമായിട്ട് കൈ കൊടുക്കണമെങ്കിൽ 6 അടി 9 ഇഞ്ചൊന്നും അല്ല കർത്താവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് വെച്ചല്ല നമ്മൾ അളക്കാൻ പറ്റുന്നത്. അവന്റെ മോറൽ സ്റ്റാൻഡേർഡാണ്, അവന്റെ ധാർമ്മികത എന്താണ്. ആ ധാർമ്മികത വെച്ച് വേണം നമ്മൾ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട്. അതിനാണ് കർത്താവ് നമുക്ക് പഴയ നിയമത്തിൽ കൽപ്പനകളെ തന്നിരിക്കുന്നത്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും എന്ന് ചോദിച്ചിട്ട് ആര് കയറുമെന്ന് പറയുന്ന അത് പണം കൊടുക്കുന്നവരെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമല്ല പറയുന്നത്, ധാർമ്മികതയാണ് പറയുന്നത്.
നിഷ്കളങ്കനായി നടന്ന് നേർ പ്രവർത്തിക്കുകയും. നോക്കുക, ആ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറാനുള്ള ഒരു സ്റ്റാൻഡുണ്ട്. കാര്യം അതൊരു പർവ്വതം തന്നെയാണ്, അതൊരു പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ ഉയരം മനസ്സിലാക്കാൻ നമുക്ക് നൽകിയിരിക്കുന്ന അളവുകോലാണ് വാസ്തവത്തിൽ എന്ത്? പഴയ നിയമത്തിൽ നമുക്ക് ലഭിച്ചതായ ന്യായപ്രമാണം. അതനുസരിച്ച് ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകുന്നത് തന്നെ എൻ്റെ വിശ്വാസം. പഴയ നിയമത്തിൽ അങ്ങനെ അതനുസരിച്ച് ഒരു വ്യക്തി ജീവിക്കുകയായിരുന്നെങ്കിൽ അയാൾ അവിടെ ചെന്നേനെ, സ്വർഗത്തിൽ ചെന്നേനെ. പക്ഷെ എന്ത് ചെയ്യാനാ? മനുഷ്യന്റെ മാനുഷിക നിലയിൽ അവൻ ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവന്റെ ന്യായപ്രമാണം പരിപൂർണമായി അനുസരിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കൽപ്പനകൾ അനുസരിച്ചാൽ തീർച്ചയായും സ്വർഗത്തിൽ എത്തിച്ചേരും. പഴയ നിയമത്തിന്റെ പ്രത്യേകത അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ളതാണ്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ന്യായപ്രമാണം പ്രവർത്തിക്കുന്നവൻ ന്യായപ്രമാണത്താൽ ജീവിക്കും. പുതിയ നിയമത്തിന്റെ കൽപ്പന അതല്ല. നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതാണ് ന്യൂ ടെസ്റ്റമെന്റും ഓൾഡ് ടെസ്റ്റമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ അത് ചെയ്യുന്നവൻ ചെയ്യുന്നത് കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ജീവിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ എന്താണ്? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമേ അല്ല അവിടെ. അതെനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സമയമില്ല, നമ്മളുടെ സമയം വളരെ പരിമിതമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇത് ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഉദ്ധരിച്ചിരിക്കുകയാണ് പോൾ അവിടെ നടത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിലും ഇതേ വാക്യം തന്നെ ഹബക്കൂക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.